അരവിന്ദ് കേജ്രിവാളിന് കിട്ടിയ ഒരു സുവർണാവസരം തന്നെയാണ് ഈ തോൽവി. ഞാൻ അങ്ങനെ അതിനെ മനോഹരമായിട്ട് കാണുകയാണ്. കാരണം പാർട്ടിയെ ഇന്ത്യയിൽ ഉടനീളം ശക്തിപ്പെടുത്താൻ, പാർട്ടി സംഘടനാ സംവിധാനത്തെ ഉടനീളം ശക്തിപ്പെടുത്താൻ കിട്ടിയ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി മനോഹരമായിട്ട് കേജ്രിവാളും സംഘവും അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് യാത്രകൾ. അത് ഞങ്ങൾക്കും കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ്. കേരളത്തിലും അരവിന്ദ് കേജ്രിവാൾ വരും, മാറ്റം ഉണ്ടാക്കും. പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ. ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ നമ്മോടൊപ്പമുണ്ട്. എന്താണ് ഇന്ന് പാണക്കാടെത്തി സാദിഖ് അലി തങ്ങളെ കാണാനിടയായ സാഹചര്യം? അദ്ദേഹത്തെ മാത്രമല്ല, കേരളത്തിലുടനീളം സഞ്ചരിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നേതാക്കന്മാരെ, സമൂഹത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന സാമൂഹ്യ പ്രവർത്തകരെ കാണുക എന്നുള്ളത് ആം ആദ്മി പാർട്ടി നയമാണ്. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ ഒരു വലിയ പകർച്ചവ്യാധി നടമാടുകയാണ്. ഒരുപക്ഷെ അത് കോവിഡാനന്തരത്തിന് ശേഷം അതിനേക്കാളും ഭീകരമായി ആൾക്കാർ, കോവിഡ് എന്ന് പറയുമ്പം നമുക്കറിയാം രോഗം വന്ന് മരിക്കുന്നു, പക്ഷേ ഇത് കൊലപാതകത്തിലേക്ക് എത്തുന്ന ഒരു പകർച്ചവ്യാധി കേരളത്തിലുടനീളം നടക്കുന്നുണ്ട്. MDMA എന്ന് പറയുന്ന പകർച്ചവ്യാധിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കേരളത്തിൽ പരിശോധിക്കുക, എത്രമാത്രം കൊലപാതകങ്ങളാണ്. ലഹരിക്ക് അടിമപ്പെടുന്ന യുവത്വത്തെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എന്ന് പറയുന്ന ഭീകരമായൊരു വസ്തുത ഇവിടെയുണ്ട്. ആം ആദ്മി പാർട്ടി കേരളത്തിലുടനീളം ഈ വിഷയത്തിൽ ഒരു ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യാത്ര. നമുക്കറിയാം, ഇതുമായി കണക്ട് ചെയ്ത് പറയേണ്ടത് PSCയുടെ അംഗങ്ങളുടെ ശമ്പളം, ചെയർമാൻ്റെ അടക്കമുള്ള ശമ്പളം 2.5 ലക്ഷം 3 ലക്ഷമാക്കി കൂട്ടി. നോക്കൂ, ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് കേരളത്തിൽ 1700 പോലീസുകാരെ മാത്രം റിക്രൂട്ട് ചെയ്തത്. അതായത് ജനസംഖ്യ ആനുപാതികമായി പോലീസിൻ്റെ എണ്ണം കുറവെന്ന് പറയുന്നത് പോലും ഈ പറയുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് വേട്ടയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാമ്പിന് ഉയർത്തിക്കുക, ലോ ആൻഡ് ഓർഡർ സിസ്റ്റം അമ്പേ പരാജയമാണ്. ഡ്രഗ്സ് എവിടെ നിന്ന് വരുന്നു? നമുക്കറിയാം, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ, ഇവിടെയൊന്നും ഒരു ചെക്കിംഗ് ഇല്ല. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതല്ലേ, കോവിഡ് സമയത്ത് കേരളത്തിലുടനീളം നമ്മൾ റൂട്ട് മാപ്പ് സെറ്റ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ തടയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ കക്ഷികളും എല്ലാം മാറ്റിവെച്ച് ഈ ഒരൊറ്റ കോഴ്സിൽ ഇറങ്ങണം, കേരളത്തിലെ പൊതുജനം ഇറങ്ങണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഞാനും താങ്കളും ഒക്കെ കൊല്ലപ്പെടാം. ആരെയും കൊല്ലാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ഏറെ മാറിയിരിക്കുകയാണ്. ഇതിനൊരു ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും കണ്ട് സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ്, പൊതുജന സപ്പോർട്ട് ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള യാത്രയാണ്. ആ യാത്രയുടെ ആദ്യ പടിയായിട്ടാണ് മലപ്പുറത്ത് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. എന്താണ് പാർട്ടിയുടെ അടുത്തൊരു നീക്കം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ? കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പാർട്ടി മത്സരിക്കാൻ സജ്ജമാണ്. സംഘടനാ സംവിധാനം സജ്ജമാണ്. മത്സരരംഗത്തുണ്ടാവും. അതിൻ്റെ നീക്കുപോക്കുകളും സംസാരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഡൽഹി ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളം പാർട്ടിയുടെ സംഘടനാ സംവിധാനം വർദ്ധിപ്പിക്കുന്ന തലത്തിലേക്ക് പാർട്ടിയുടെ ദേശീയ നേതൃത്വവും അതിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആ മത്സരം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞത്, ആ മത്സരത്തെക്കാളൊക്കെ ഉപരി നമ്മൾ മത്സരിക്കണമോ, ജനാധിപത്യം നിലനിൽക്കണമോ, യുവത്വം ഈ നാട്ടിലുണ്ടാവണമോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പ്രശ്നമാണ്. അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കക്ഷി രാഷ്ട്രീയം മറന്നൊന്നിച്ചുകൊണ്ട് ആ ക്യാമ്പയിനിൽ പങ്കെടുക്കണം. ആ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് മലപ്പുറത്ത് നിന്നെത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുള്ളതായിരുന്നു പാർട്ടിയുടെ തുടക്കത്തിലെ നയം. പിന്നീട് അത് മാറി കേരളത്തിൽ ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിൽ അത്തരമൊരു ചർച്ചയില്ല. കേരളത്തിൽ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യം പാർട്ടിക്കുണ്ട്. കാര്യം, കേരളത്തിൽ അത്തരമൊരു ഭരണ മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ സ്പേസിന് കേരളത്തിൽ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കേരളത്തിൽ നേരത്തെ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നേതാക്കളും ഒപ്പം തന്നെ അണികളും ഉണ്ടായിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആം ആദ്മി പാർട്ടിക്ക് വലിയ ജനപിന്തുണ കിട്ടിയ ഒരു സമയമുണ്ടായിരുന്നു, അത് തുടക്ക സമയത്ത്. ആ സമയത്ത് പോലും നമുക്ക് വേണ്ട വിധം തെരഞ്ഞെടുപ്പിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പിൽ തോറ്റിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണ്. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും പ്രതീക്ഷ വെക്കുന്നത്? ഡൽഹിയിലെ പരാജയം കേരളത്തിൽ ഒരിക്കലും എഫക്ട് ചെയ്യത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം കേരളത്തിൽ നിങ്ങൾ നോക്കൂ, പിണറായി വിജയനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ഉടനീളമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഇന്നലെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണ്. കാര്യം എന്താ? കാരണം അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മത്സരം എന്ന് പറയുന്ന വ്യക്തി കേന്ദ്രീകൃതമാണ്, അതിൻ്റെ രാഷ്ട്രീയത്തിനുപരിയാണ്. അപ്പോൾ പാർട്ടി സംഘടനാ സംവിധാനം, മലപ്പുറം ജില്ലയിൽ വളരെ കാര്യക്ഷമമായ പാർട്ടി സംഘടനാ സംവിധാനമുണ്ട്. അപ്പോൾ ആ സംവിധാനമുള്ള കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്തുമൊക്കെ പാർട്ടിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും, റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതൊരു ഞാൻ പറഞ്ഞു, ഡൽഹിയെ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ഡു ഓർ ഡൈ ഗെയിമാണ്. കേരളത്തിൽ പാർട്ടി 26 നിയമസഭയിലേക്ക് മത്സരിച്ച് പോകണമെങ്കിൽ ദേശീയ നേതൃത്വം പറഞ്ഞിരിക്കുന്ന ഈ 25 ഇലക്ഷനിൽ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചെയ്യും. അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ സംവിധാനവും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യും.
അതൊരു കക്ഷി രാഷ്ട്രീയ മത്സരത്തിന് അപ്പുറത്തെ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സോഷ്യൽ കോസുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ജനങ്ങൾ പിന്തുണ തരും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒറ്റയ്ക്ക് നിന്നാൽ തന്നെ കേരളം പോലെയുള്ള സ്ഥലത്ത് ഈവൻ വാർഡ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും വിജയിച്ച് കയറാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം കേരളത്തിൽ പ്രാദേശികമായി മത്സരിക്കുന്ന എത്രയോ, ഇപ്പോൾ നമ്മൾ 2020 എന്ന് പറയുന്ന 2 പഞ്ചായത്ത് ഭരിക്കുകയാണ്. അപ്പോൾ ആം ആദ്മി ലൈൻ ഇഷ്ടപ്പെടുന്ന, അങ്ങ് സൂചിപ്പിച്ചത് ലൈൻ ഇഷ്ടപ്പെടുന്ന, ആം ആദ്മിയുടെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരെ കൂട്ടി യോജിപ്പിക്കുക, ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക, ആ വോട്ട് സ്വാധീനിക്കുക എന്ന് പറയുന്ന ആ ശേഷി പാർട്ടി സംഘടനാ സംവിധാനമുള്ള ജില്ലയിൽ കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടായാൽ സ്വാഭാവികമായി നമുക്ക് ചോദിച്ച ചോദ്യം പോലെ 26ലേക്ക് ഞങ്ങൾക്കൊരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ പാർട്ടി കഴിയുന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു ബാർഗനിങ് കപ്പാസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയാണ് PV അൻവർ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുമായി കൂടി വന്നിട്ടുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൂടെ സ്പേസിലേക്കായിരിക്കും അവർ കടന്നു കയറുക. പ്രത്യേകിച്ച് CPM വിരുദ്ധ വോട്ടുകൾ, സർക്കാർ വിരുദ്ധ വോട്ടുകളൊക്കെയാണ് അവരും പ്രധാനമായി ഉന്നം വയ്ക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ പിന്നെ സ്പേസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ എത്രയോ ഉണ്ട്. തൃണമൂൽ മത്സരിക്കട്ടെ, പക്ഷേ തൃണമൂലിന്റെ ഒരു ആശയമല്ലല്ലോ, അല്ല PV അൻവർ ഉയർത്തുന്ന ഒരു ആശയമല്ലല്ലോ ആം ആദ്മി രാഷ്ട്രീയം. പ്രൊഫഷണൽസിനെ ഇപ്പൊ തരൂര് തന്നെ ഉയർത്തിവിട്ടിരിക്കുന്ന ഭൂതം എന്താണ്? പ്രൊഫഷണൽസ്, യുവാക്കൾ, ഇവരെയൊക്കെ ആകർഷിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധം, ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ആണ് ആം ആദ്മി പറയുന്നത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് നമുക്കറിയാം ഇന്ദിരാഗാന്ധി തോറ്റ ഇന്ത്യയാണ്. അപ്പം ഡൽഹിയിൽ ഒരു തോൽവി ഉണ്ടായതുകൊണ്ട് ആം ആദ്മിയുടെ പ്രത്യയശാസ്ത്രവും അതിന്റെ വെൽഫെയർ സ്കീമുകളും ജനക്ഷേമപരമായ നയങ്ങളും ഒന്നും പോയിട്ടില്ല. അതവിടെ തന്നെയുണ്ട്. കേജ്രിവാളിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം നമ്മൾ CAG റിപ്പോർട്ട് ഇന്നലെ കണ്ടതല്ലേ. എന്തോ ബ്ലണ്ടറാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് സംഭവിച്ച ഒരു നയം, ഒരു മദ്യനയം അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ, പിടിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ 2000 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമായിരുന്നൊക്കെ പറയുന്ന ഒരു സാങ്കല്പിക കഥ മാത്രമാണ് CAG തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കേജ്രിവാളിന്റെ പ്രത്യയശാസ്ത്രത്തിനോ അദ്ദേഹത്തിന്റെ ഇമേജിനോ അദ്ദേഹം ഉയർത്തിക്കൊണ്ട രാഷ്ട്രീയ ബദലിനോ ഒരു തരത്തിലുള്ള അനക്കവും മാറ്റവും സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ ആ കൂട്ടായ്മയെ വോട്ടാക്കി മാറ്റുക എന്നുള്ള ഒരു സംഘടനാ ബോധമാണ് ഞങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. അതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ യാത്രയും. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇവരുടെ കമ്മിറ്റിയൊക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. വലിയ പിന്നെ ആർജവത്തോടെ, വലിയ പ്രത്യാശയോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. മാറ്റം ഉണ്ടാകും. ആ മാറ്റം 26-ൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ എത്താൻ കഴിയും തന്നെയാണ് വിശ്വാസം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും യാഥാർത്ഥ്യ ബോധവും ഒന്നും ഉൾക്കൊള്ളാതെയാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന വിമർശനം പൊതുവെയുണ്ട്. അത് ശക്തി കൂടുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പിലെ പരാജയത്തോടു കൂടി ആണ്. അന്ന് കോൺഗ്രസുമായി സഖ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇതായിരുന്നില്ല സ്ഥിതി എന്ന്. അത് ആം ആദ്മി പാർട്ടി ജയിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് BJPയെ തടയാമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പാളിച്ച പാർട്ടിക്ക് സംഭവിക്കുന്നുണ്ടോ? അല്ല, അവിടെ ആ പറയുന്ന ബോധമില്ലാതെ പോയത് ഒരുപക്ഷെ കോൺഗ്രസിനാണ് വിശ്വസിക്കുന്നത്. കാരണം കോൺഗ്രസ് മത്സരിക്കേണ്ടായിരുന്നു എന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ആം ആദ്മിയുടെ ഒരു നേതാവും കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കേണ്ടായിരുന്നു പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ സംഭവിച്ച ഏറ്റവും വലിയ മോശകരമായ കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലെ പ്രതിപക്ഷ നേതാവായ ഒരു മനുഷ്യൻ നരേന്ദ്രമോദി കേജ്രിവാളിനെ ആക്രമിക്കുന്നതിനേക്കാളും ഭീകരമായി ആക്രമിക്കാൻ തുനിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. കാരണം ഭരണഘടനാപരമായ ലംഘനങ്ങൾ ഉണ്ടാകുന്നു, ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെന്ന് നാഴിക്ക് 40 വട്ടം രാഹുൽ ഗാന്ധി പറയുകയും പാർലമെന്റിൽ ഇരുസഭകളും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതേ ഭരണഘടനാ മൂല്യങ്ങളെ ലഫ്റ്റനന്റ് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയിൽ വേട്ടയാടുമ്പോൾ അവിടെ വന്നിട്ട് ഇദ്ദേഹം രാജ്യദ്രോഹിയാണ്, ഇദ്ദേഹം അഴിമതി വീരനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോടാണ് വിയോജിപ്പ്. ഒരിക്കലും നമുക്കറിയത്തില്ലേ, സത്യത്തിൽ ഈ പറയുന്ന ഒരു ബോധമുണ്ടാകും കോൺഗ്രസ് ഒരു സീറ്റിൽ പോലും അവിടെ മത്സരം ജയിക്കുമായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ മത്സരിക്കാൻ പോയത്? അപ്പോൾ അവരുടെ 7% വോട്ട് കഴിഞ്ഞ തവണ 2.5% വോട്ടിൽ നിന്ന് 7% വോട്ടിലേക്ക് മാറിയപ്പോൾ ഡൽഹിയിലെ നമ്മൾ നോക്കും 22 സീറ്റിൽ ആം ആദ്മി ജയിച്ചുവെങ്കിൽ ബാക്കി പല സീറ്റിലും വിജയപരാജയം നിർണ്ണയിക്കപ്പെട്ടത് 1000-2000 വോട്ടിനാണ്. ഇപ്പം അരവിന്ദ് കേജ്രിവാൾ പോലും തോറ്റത് 4000 വോട്ടിനാണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഒരു യാഥാർത്ഥ്യ ബോധം കോൺഗ്രസ് ഇല്ലാതെ പോയി. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നതും ആം ആദ്മി പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എന്തിനാണ്? നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് അതിന് മുമ്പ് അതിന് ശേഷവും തീരുമാനിക്കപ്പെട്ട ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ഫൈറ്റ് ആയിരുന്നു. നരേന്ദ്രമോദി 400-ലേക്ക് എത്തുമെന്ന് പറയുന്ന ഒരു രീതിയിൽ നിന്ന് അദ്ദേഹത്തെ താഴെ കൊണ്ടുവരാൻ ആ സഖ്യത്തിന് കഴിഞ്ഞു. അപ്പോൾ ആ സഖ്യം ഉണ്ടാക്കിയതിനു ശേഷം ആ ഇന്ത്യ സഖ്യം പാർലമെന്റ് സഭകളിലും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ ഒരു മുന്നണി പോരാളിയെ ഈ വിധത്തിൽ ചിത്രീകരിച്ചത് രാഹുൽ ഗാന്ധിക്ക് ഭൂഷണമല്ല. അതാണ് ഞങ്ങൾ കോൺഗ്രസിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കേണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ യാഥാർത്ഥ്യ ബോധമില്ലാതെ മത്സരിച്ചതും അവിടെ പ്രവർത്തിച്ചതും കോൺഗ്രസ് പാർട്ടിയാണ്. അല്ല, കോൺഗ്രസ് അവിടെ മത്സരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ കർണാടക നമുക്കറിയാം, കർണാടക നിയമസഭയിൽ ആം ആദ്മി എല്ലാ സീറ്റിലും മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അരവിന്ദ് കേജ്രിവാൾ എടുത്ത നയം എന്ന് പറയുന്നത് കർണാടകയിൽ ഒരു ദേശീയ നേതാവ് പോലും പോകണ്ട, കാരണം അവിടെ നമ്മൾ പോയി വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടിയാൽ അവിടെ കോൺഗ്രസ് തോൽക്കുകയും BJP അധികാരത്തിൽ വരികയും ചെയ്യും നിലപാട്. ആ ഒരു ബോധം കേജ്രിവാളിനുണ്ടായിരുന്നു. പക്ഷേ ആ ബോധം രാഹുൽ ഗാന്ധി കാണിച്ചില്ല. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ തോൽവിയെപ്പറ്റി ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹിയിൽ നമ്മൾ കണ്ടതല്ലേ, ന്യൂഡൽഹി മണ്ഡലത്തിൽ 4000 വോട്ടിനാണ് അരവിന്ദ് കേജ്രിവാൾ തോറ്റത്. പക്ഷേ ലോക്സഭാ ഇലക്ഷന് ശേഷം 41,000-ലധികം വോട്ട് ഈ
ന്യൂഡൽഹി മണ്ഡലത്തിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ തവണ അരവിന്ദ് കെജ്രിവാളിന്റെ ഭൂരിപക്ഷം എത്രയാണ്? 21,367 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയിടത്താണ് ഇത്തവണ 4,000 വോട്ടിന് തോറ്റത്. അപ്പോൾ ഈ 41,000 വോട്ട് ഡിലീറ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കേജ്രിവാളിനെതിരെ അത്തരം ഒരു ക്യാമ്പയിൻ BJP കൊണ്ടുവന്നില്ല. മാത്രമല്ല, കേജ്രിവാളിനെതിരെ മത്സരിച്ച BJPയുടെ കാൻഡിഡേറ്റിന്റെ ഫ്ലാറ്റ് അഡ്രസ്സിൽ 22 വോട്ടുകൾ കൂട്ടിയോജിപ്പിച്ചു. 22 വോട്ടുകൾ ഒരു ഫ്ലാറ്റ് അഡ്രസ്സിൽ. അപ്പോൾ എല്ലാ വിധത്തിലും ഞാനത് ആവർത്തിച്ച് പറയുന്നതാണ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മത്സരിച്ചത് കോൺഗ്രസിനോട് മാത്രമല്ല, BJPയോട് മാത്രമല്ല, അവിടുത്തെ CBIയോട് മത്സരിച്ചു, EDയോട് മത്സരിച്ചു, ഡിസ്ട്രിക്ട് പോലീസിനോട് മത്സരിച്ചു, സകല ഗുണ്ടാ സംവിധാനത്തോട് മത്സരിച്ചിട്ട് പോലും ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ടാക്കിയെടുക്കുന്നതിന് മറ്റു പാർട്ടിക്കാർ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല, അവിടെ 43% വോട്ട് നേടി. 2% വോട്ട് പെർസെൻറ്റേജ് മാത്രമേ വ്യത്യാസമുള്ളൂ. നിയമസഭയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, നിയമസഭയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അംബേദ്കറിന്റെയും ഭഗത് സിംഗിന്റെയും ഫോട്ടോ എടുത്തു മാറ്റി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ചു. അതിന് പ്രതിഷേധിച്ചുകൊണ്ട് അതിഷി അടക്കമുള്ള നേതാക്കന്മാർ ജയിലിൽ പോയി. അപ്പോൾ പോരാട്ടം എപ്പോഴും ഉണ്ട്. പിന്നെ ഭരണപക്ഷത്ത് ഇരിക്കുന്നതിനെ ഞാൻ എപ്പോഴും ഒരു കാര്യം വിശ്വസിക്കുന്നത്, അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഒരു സുവർണാവസരം തന്നെയാണ് ഈ തോൽവി. ഞാൻ അങ്ങനെ അതിനെ മനോഹരമായിട്ട് കാണുകയാണ്. കാരണം പാർട്ടിയെ ഇന്ത്യയിൽ ഉടനീളം ശക്തിപ്പെടുത്താൻ, പാർട്ടി സംഘടനാ സംവിധാനത്തെ ഉടനീളം ശക്തിപ്പെടുത്താൻ കിട്ടിയ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി മനോഹരമായിട്ട് കേജ്രിവാളും സംഘവും അത് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് യാത്രകൾ. അത് ഞങ്ങൾക്കും കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ്. കേരളത്തിലും അരവിന്ദ് കെജ്രിവാൾ വരും മാറ്റം ഉണ്ടാക്കും. കേരളത്തിൽ ആം ആദ്മി പാർട്ടി വലിയ പ്രതീക്ഷയിലാണ്. സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുന്നു. മറ്റു സംഘടനാ നേതാക്കളെ കൂടി വരും ദിവസങ്ങളിൽ കാണുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ നസീമിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.